എന്തിനാണ് ആ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്? എന്തിനീ ക്രൂരകൃത്യം ചെയ്തു? ഇതിന് പ്രേരിപ്പിച്ച മനസ്സെന്താണ്? എന്തിനത് ചെയ്തു? ആരുടെയെങ്കിലും പ്രേരണയുണ്ടായിരുന്നോ? എന്തിൻ്റെയെങ്കിലും മനോവിഷമം കൊണ്ടാണോ ചെയ്തത്? അതോ മാനസിക പ്രശ്നം കൊണ്ടാണോ? വലിയ രീതിയിൽ ചോദ്യങ്ങൾ ഉയരുന്നു. ഒരു കൊച്ചുകുഞ്ഞിൻ്റെ തിരോധാനവും പിന്നീടത് മരണവും പിന്നീടത് കൊലപാതകമാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ചാലക്കുടി പുഴയിൽ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അമ്മ സന്ധ്യ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്തു. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെന്ന് അമ്മ സന്ധ്യ മൊഴി നൽകി. ഇതിൻ്റെ പേരിൽ അമ്മയ്ക്ക് കുറ്റബോധമൊന്നുമില്ല എന്നാണ് പോലീസ് പറയുന്നത്. വിനയ രാജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. ഈ കുട്ടിയെ കാണാതായ വാർത്ത എപ്പോഴാണ് പുറത്തു വന്നത്? അതിനുശേഷം ഈ നിമിഷം വരെയുള്ള സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? എറണാകുളം തിരുവാങ്കുളത്ത് കാണാതായ 3.5 വയസ്സുകാരിയുടെ മരണത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് സൂചിപ്പിച്ചിട്ടുള്ളത്. കൊലപാതകത്തിന് പിന്നിൽ ഭർതൃവീട്ടിലെ പീഡനമാണോ എന്ന് പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ബന്ധുക്കളോടും പോലീസിനോടും സന്ധ്യ കുറ്റസമ്മതം നടത്തിയതായിട്ടാണ് പോലീസ് പറയുന്നത്. ബസ്സിൽ നിന്നും കാണാതായി എന്ന് ആദ്യം മൊഴി നൽകിയെങ്കിലും കുട്ടിയെ ഉപേക്ഷിച്ചതാണ് എന്ന് പിന്നീട് തിരുത്തി പറയുകയായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഈ യുവതി അമ്മ മാനസികമായ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും അതിൻ്റെ ഒപ്പം തന്നെ കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നും ബന്ധുക്കളിൽ ചിലർ പറയുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് തിരുവാങ്കുളത്ത് നിന്ന് അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്ത ഈ 3.5 വയസ്സുകാരിയെ കാണാതായതായിട്ട് വിവരങ്ങൾ പുറത്തു വന്നത്. അങ്കണവാടിയിൽ നിന്ന് കൂട്ടാനായിട്ട് അമ്മ സന്ധ്യ പോയെങ്കിലും തിരികെ എത്തുമ്പോൾ അമ്മയുടെ കൂടെ കുട്ടി ഉണ്ടായിരുന്നില്ല. ചെങ്ങമ്മനാട് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയയാക്കിയത്. ചോദ്യം ചെയ്യലിലാണ് മൂഴിക്കുളം ഭാഗത്തെ പാലത്തിന് സമീപത്തായി കുഞ്ഞിനെ ഉപേക്ഷിച്ചതായിട്ട് മനസ്സിലായത്. ആ സമയത്ത് ആ കുഞ്ഞിനെ കണ്ടെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. സാധാരണഗതിയിൽ എന്തൊക്കെ പ്രോട്ടോക്കോളുകൾ വച്ചിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതിനെ മറികടന്നുകൊണ്ടാണ് കല്യാണിക്കായിട്ട് വിപുലമായ തെരച്ചിൽ നടത്തിയത്. ഈ സംഭവ സ്ഥലത്ത് സന്ധ്യയെ അവരെത്തിച്ചു. സന്ധ്യ, അതായത് അമ്മ ചൂണ്ടിക്കാണിച്ച ഭാഗത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ നടത്തി. അതിനൊടുവിലാണ് മൂഴിക്കുളം പാലത്തിനടിയിലെ പുഴയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും അമ്മ സന്ധ്യ താൻ ആണ് ഇത് ചെയ്തത് എന്ന് മൊഴി നൽകിയതായിട്ടാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. വിനയ രാജ് ചേരുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് വിനയ? അമ്മയെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ കുറ്റസമ്മതം നടത്തിയെന്നാണ് പ്രധാനമായും പോലീസ് പറയുന്ന കാര്യം. കൂടാതെ തന്നെ ഈ സന്ധ്യ, അതായത് പോലീസിനോട് മൊഴി നൽകുമ്പോഴും ഒരു കുറ്റബോധവുമില്ലാതെ താൻ കൊലപ്പെടുത്തിയെന്ന് മാത്രമാണ് സന്ധ്യ പറയുന്നത്. എന്നാൽ എന്തിനാണ് കൊലപ്പെടുത്തിയെന്ന ചോദ്യം പലതവണ ചോദിക്കുമ്പോഴും അതിനൊന്നും തന്നെ മറുപടി നൽകുന്നില്ല. താൻ കൊലപ്പെടുത്തി, അത്രമാത്രം എന്ന് മാത്രമാണ് സന്ധ്യ പോലീസിനോട് പറയുന്നത്. അതിനുള്ള ചോദ്യങ്ങളും ഒരുപാട് ബാക്കിയാണ്. കാരണം എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള ചോദ്യമുണ്ട്. ഈ കൊലപാതകം നടത്താനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തങ്ങൾക്ക് കുടുംബ പ്രശ്നമുണ്ടായിരുന്നു. ഈ കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു സന്ധ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അല്പസമയം മുമ്പ് നമ്മൾ ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ ഭർത്താവ് വ്യക്തമാക്കിയ കാര്യം, തങ്ങൾ തമ്മിൽ ഒരു തരത്തിലുമുള്ള കുടുംബ പ്രശ്നവുമില്ല എന്നായിരുന്നു ഭർത്താവ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ കൊലപാതകം നടന്നതിന് പിന്നാലെ തന്നെ സന്ധ്യക്കെതിരെ, അല്ലെങ്കിൽ സന്ധ്യ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്നടക്കം ഈ ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ അതിനും ഒരു ഉത്തരം തന്നിരിക്കുകയാണ്. അത്തരത്തിൽ സന്ധ്യയ്ക്ക് യാതൊരു തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളുമല്ല സന്ധ്യ എന്നായിരുന്നു ഭർത്താവ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ആ കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ അയൽവാസിയും ബന്ധുവുമായിട്ടുള്ള അശോകൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഐസ്ക്രീമിൽ വിഷം കലർത്തിയാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്ന് അശോകനെ പോലെയുള്ളവർ പറയുന്നു. മുതിർന്ന കുട്ടി അന്ന് ബഹളം വെച്ചതുകൊണ്ടാണ് ആ ഒരു ശ്രമം പരാജയപ്പെട്ടത് എന്നുള്ള നിലയ്ക്കുള്ള ആരോപണങ്ങൾ ചില നാട്ടുകാർ സൂചിപ്പിക്കുന്നു. ഇതിനൊക്കെ പിന്നാലെ പോലീസ് ഇടപെട്ട് സന്ധ്യയെ അന്ന് കൗൺസിലിങ്ങിന് വിധേയയാക്കിയിരുന്നതായിട്ടാണ് അയൽവാസിയായിട്ടുള്ള അശോകൻ പറയുന്നത്. ഈ സന്ധ്യ അധികം ആരോടും മിണ്ടുന്ന ഒരാളായിരുന്നില്ല എന്നാണ് അശോകൻ പറയുന്നത്.
കുട്ടികളെ ടോർച്ച് കൊണ്ട് തലയ്ക്കടിച്ചിട്ടുണ്ട്. ഐസ്ക്രീമിൽ വിഷം കലർത്തി ഇളയ കുഞ്ഞിനെ നേരത്തെയും കൊല്ലാൻ ശ്രമിച്ചു. അന്ന് ഒച്ചയുണ്ടാക്കിയത് മൂത്ത കൊച്ചാണ്. സുഭാഷിൻ്റെ അമ്മ ഇത് കണ്ട് പേടിച്ച് വിറച്ച സന്ധ്യയെയും കുഞ്ഞുങ്ങളെയും വീട്ടിൽ കൊണ്ടാക്കി. അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. അവർ കൗൺസിലിങ്ങിന് വിട്ടു. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിയിട്ടില്ല എന്നൊക്കെയാണ് ഈ അശോകൻ അയൽവാസി പറയുന്നത്. സന്ധ്യയുടെ സഹോദരിയുടെയും അമ്മയുടെയും പെരുമാറ്റത്തിൽ സംശയമുണ്ട് എന്ന് അശോകൻ പറയുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് മൊഴികളായിട്ട് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും കുഞ്ഞിനെ നേരത്തെയും സന്ധ്യ ഉപദ്രവിച്ചിരുന്നുവെന്നാണ് ഭർത്താവ് സുഭാഷ് പറയുന്നത്. സുഭാഷിൻ്റെ സംഭാഷണം നമ്മുടെ മുന്നിലുണ്ട്. അല്പസമയത്തിനകം നമ്മൾക്കത് കാണിക്കാൻ കഴിയും. ചേച്ചിയും അമ്മയും പറയുന്നതേ സന്ധ്യ കേൾക്കുകയുള്ളൂ. ഇന്നലത്തെ സംഭവവും അവർക്കറിയാമായിരിക്കാമെന്നാണ് സുഭാഷ് ഭർത്താവ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ വിഷയം അങ്ങേയറ്റം ദുരൂഹത നിറഞ്ഞതാണ്. ആ ദുരൂഹത പരിഹരിക്കേണ്ടതുണ്ട്. ആ ദുരൂഹത പരിഹരിക്കുന്നതിന് മുമ്പ് ഇന്നയാൾ കുറ്റക്കാരി, ഇന്നയാൾ കുറ്റക്കാരൻ, അല്ലെങ്കിൽ അതിന് പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയെന്ന് നമുക്ക് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഐസ്ക്രീമിൽ വിഷം കലർത്തിയിട്ട് കൊലപാതകത്തിന് ശ്രമിച്ചു, ടോർച്ച് കൊണ്ട് തലക്കടിച്ചു കുഞ്ഞിനെ, കല്യാണിയെ കൊലപ്പെടുത്താൻ സന്ധ്യ നേരത്തെയും ശ്രമിച്ചു എന്നിങ്ങനെയുള്ള വാക്കുകൾ അയൽപ്പക്കക്കാരിൽ നിന്ന് ഒക്കെ വരുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനയ, ഇതിൻ്റെ വാർത്തയുടെ കൂട്ടിച്ചേർക്കലുകൾ എന്തൊക്കെയുള്ളത്? പ്രധാനമായും ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഈ ഒരു കൊലപാതകം നടന്നതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഏകദേശം 8 മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ മൂന്നര വയസ്സുകാരിയായിട്ടുള്ള കല്യാണിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തുടർന്ന് ഇങ്ങോട്ട് ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. സന്ധ്യയെ ചോദ്യം ചെയ്തു വരികയായിരുന്നു. ഈ ചോദ്യം ചെയ്യലൊന്നും തന്നെ സന്ധ്യ കാര്യമായി വിട്ടൊന്നും പറയുന്നില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഒരു തരത്തിലുമുള്ള കൂസലുമില്ല, കുറ്റബോധമില്ല ാണ് സന്ധ്യ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരുന്നത്. സാധാരണ പോലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകുന്നു എന്ന് മാത്രമാണ്. അല്ലാതെ തരത്തിലുള്ള ഒരു കുറ്റബോധവുമില്ല. ഈ 35 വയസ്സുകാരി എന്തിനാണ് ഈ 3.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയെന്ന് എന്നുള്ള ചോദ്യം ഏറ്റവും അല്ലെങ്കിൽ ബാക്കിയായി നിൽക്കുകയാണ്. കൂടാതെ തന്നെ ഈ കൊലപാതകം നടന്നതിന് ശേഷം തന്നെ പലതരത്തിലുമുള്ള ആരോപണങ്ങൾ സന്ധ്യക്കെതിരെ വരുന്നുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് പറയുന്നു. പല തവണയായി ഇത്തരത്തിൽ കൊലപാതകം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഐസ്ക്രീമിൽ വിഷം കലർത്തി മക്കളെ കൊലപാതകം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് അത് പാളിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നടക്കം തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ അടക്കം തന്നെ പോലീസ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഈ ഭർത്താവുമായി പ്രശ്നമുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തങ്ങൾ പലപ്പോഴായി വഴക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ സന്ധ്യയുടെ ഭർത്താവിന് എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് വരാം. അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഉപദ്രവിച്ച കൊച്ചിൻ്റെ ഇളയ കൊച്ചിൻ്റെ ഇവിടെയും മൂത്തവൻ്റെ ഇവിടെയും ടോർച്ചിനടിച്ച് ഇത്രയും വലിയ മുഴയൊക്കെ വന്ന് അവിടെ നിന്ന് അമ്മ ഇവിടെ കൊണ്ടുപോയാക്കിയതൊക്കെ. ഞാൻ 3:30 കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു ഇപ്പോൾ കൊച്ചുകൂടെ ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഇവരുടെ വീട്ടിലേക്ക് വിളിച്ചു. ഒരു 5:30-6 മണിയപ്പോൾ ഞാൻ വിളിച്ചത്. അവളും ഇവിടെ ഇല്ല, കൊച്ചുമില്ല. 10 മിനിറ്റിന് മുമ്പ് എന്നെ വനിതാ ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചു. സന്ധ്യനെ കാണാനില്ല എന്ന് പറഞ്ഞ് അവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അന്നേരം എനിക്ക് സംശയം തോന്നി, എൻ്റെ കൊച്ചിനെ ഇവരെന്തോ ചെയ്തതാണ്. ഒരു 7:18 ഇവർ വേറെ നമ്പറിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അമ്മാവൻ്റെ മോകളുടെ നമ്പറിൽ നിന്ന് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു സന്ധ്യ വന്നിട്ട് കൊച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് ഞാൻ നേരെ സ്റ്റേഷനിൽ പോയത്. പോലീസുകാർ ഇവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എടി കൊച്ചിൻ്റെ കാര്യമാണ്, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയം പറ, എന്നാലും എന്തെങ്കിലും വേഗം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊച്ചിനെ വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞു. മാനസിക പ്രശ്നമൊന്നും അവൾക്കില്ല, പക്ഷേങ്കിൽ നല്ല ബുദ്ധി അവൾക്ക്. മാനസിക പ്രശ്നങ്ങളൊന്നും അവൾക്കില്ല, ഭാര്യയ്ക്കില്ല എന്നാണ് സുഭാഷ് പറയുന്നത്. നല്ല ബുദ്ധിയുണ്ട് എന്നും പറയുന്നു. മൊത്തത്തിലൊരു ദുരൂഹതയാണ് ഇതിനകത്തുള്ളത്. എന്താണ് ഈ ഭാര്യ എങ്ങനെ ചെയ്യാൻ കാരണം? ഇതിനു മുൻപ് ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഭാര്യയുമായിട്ട് താങ്കളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇങ്ങനെ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇതിൽ ചോദിച്ചറിയേണ്ടതുണ്ട്. അത് പോലീസാണ് നടത്തേണ്ടത്, മാധ്യമപ്രവർത്തകരല്ല. വിനയ, ഈ അമ്മയുടെ ബന്ധുക്കളും അയൽവാസികളും പറയുന്ന കാര്യങ്ങൾ, അതേപോലെ അച്ഛൻ സുഭാഷിൻ്റെ വാക്കുകൾ നമ്മളിപ്പോൾ കേൾക്കുകയുണ്ടായി. സുഭാഷിൻ്റെ വീടിനടുത്തുള്ളവർ പറയുന്ന കാര്യങ്ങൾ, പോലീസ് പറയുന്ന കാര്യങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഇനി എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത്?
നിലവിൽ എന്തായാലും ഇപ്പോഴും സന്ധ്യയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷ വാങ്ങും, റിമാൻഡിൽ അല്ലെ കസ്റ്റഡി അപേക്ഷ വാങ്ങും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് കൂടുതൽ നടത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ ഈ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം മാനസിക വെല്ലുവിളിയുടെ കാര്യം തന്നെയായിരുന്നു. അത് നമ്മൾ സന്ധ്യയുടെ അമ്മയോട് സംസാരിച്ചപ്പോൾ അവർ പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം, അങ്കമാലിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് സന്ധ്യയെ കൊണ്ടുപോയി ചികിത്സ നടത്തിയിരുന്നു. എന്നാൽ സന്ധ്യയ്ക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയതെന്നായിരുന്നു സന്ധ്യയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ സുഭാഷ്, സന്ധ്യയുടെ ഭർത്താവായിട്ടുള്ള സുഭാഷും വ്യക്തമാക്കുന്ന ഒരു കാര്യം. സന്ധ്യയ്ക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, മാനസിക വെല്ലുവിളിയുമില്ല, അവൾ അതിബുദ്ധിമതിയാണ് എന്നായിരുന്നു ഭർത്താവ് അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷെ എന്തിനാണ് ഈ കൊലപാതകം നടത്തി എന്ന ചോദ്യത്തിന് ഭർത്താവിന് പോലും ഒരു ഉത്തരമില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെങ്കിലും തരത്തിലുള്ള കുടുംബ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് രാവിലെ അവൾ ചായ വെച്ച് തന്നു, പതിവ് പോലെ താൻ ജോലിക്ക് പോയി. പിന്നീടാണ് ഈ ഒരു കൊലപാതകം നടന്നത് താൻ അറിയുന്നത്. എന്തുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത്, എന്തിനാണ് ഈ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം എന്റെ മക്കളോട് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ഇതിനു മുൻപ് മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ടോർച്ച് ഉപയോഗിച്ച് തലക്കടിച്ചിട്ടുണ്ട്, 2 മക്കളെയും തലക്കടിച്ചിട്ടുണ്ട്, മുട വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ഈ കൊലപാതകത്തിലേക്ക് നയിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കൂടാതെ തന്നെ താൻ അവളുടെ അതായത് സന്ധ്യയുടെ വീട്ടിലേക്ക് വിടുന്നത് കുറവാണ്. കാരണം സന്ധ്യയുടെ അമ്മയും സഹോദരിയും പറയുന്നത് മാത്രമേ സന്ധ്യ കേൾക്കാറുള്ളൂ എന്നടക്കം തന്നെ സുഭാഷ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് സന്ധ്യയുടെ ഭർത്താവ് സുഭാഷ് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ദുരൂഹതകൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകം നടത്തിയത് എന്തിന്റെ കാരണം കൊണ്ടാണ്, ഒരു കുടുംബ പ്രശ്നമില്ല എന്ന് ഭർത്താവ് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്, മുൻപും ഇതുപോലെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നാൽ മാനസിക പ്രശ്നങ്ങളില്ല എന്ന് ഭർത്താവ് പറയുന്നു. അടിമുടി ദുരൂഹത തന്നെയാണ് ഈ കേസിലുള്ളത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം യാതൊരു തരത്തിലുള്ള കൂസലില്ല എന്ന് പറയുന്നു. സന്ധ്യയ്ക്ക് ഒരു തരത്തിലുമുള്ള കുറ്റബോധമില്ല. പിന്നെ എങ്ങനെയാണ് സന്ധ്യ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്, എന്തുകൊണ്ടാണ് സന്ധ്യ ഈ കൊലപാതകം നടത്തിയത്? അത് 35 വയസ്സുള്ള സ്ത്രീ 10 വർഷമായി കല്യാണം കഴിഞ്ഞ് കല്യാണിയെ കൂടാതെ 3.5 വയസ്സുള്ള മകൾ, കല്യാണിയെ കൂടാതെ മറ്റൊരു മകൻ കൂടിയുണ്ട്. ആ മകൻ ഇതുവരെയും ഈ വിഷയങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് സുഭാഷ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയെന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇരിക്കുന്നത്. അതേസമയം തന്നെ കുഞ്ഞിന്റെ അതായത് 3.5 വയസ്സുകാരിയായിട്ടുള്ള കല്യാണിയുടെ ഇൻക്വസ്റ്റ് നടപടികളടക്കം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. പിന്നീടായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ അടക്കം തന്നെ നടക്കുക എന്ന് പറയുന്നത്. നമ്മൾ അല്പസമയം മുൻപ് കല്യാണിയുടെ വീട്ടിലുണ്ടായിരുന്നു. ആ വീട്ടിലടക്കം തന്നെ ഈ മരണവാർത്ത അറിഞ്ഞ നിരവധി ആളുകളാണ് ഇതിനോടകം തന്നെ കല്യാണിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സംശയം അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു അടിമുടി ദുരൂഹത എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു ഭാഗം പറയുന്നു സന്ധ്യയ്ക്ക് മാനസിക വെല്ലുവിളിയുണ്ടെന്ന്. എന്നാൽ ഭർത്താവും തിരുവാങ്കുളത്ത് മകളെ കൊലപ്പെടുത്തിയ സന്ധ്യയ്ക്ക് മാനസിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നുവെന്ന് സന്ധ്യയുടെ അമ്മയായിട്ടുള്ള അല്ലിയും സൂചിപ്പിക്കുന്നു. സന്ധ്യയെ ഭർത്താവ് സുഭാഷ് തല്ലി എന്തെങ്കിലും പറയും, പിന്നാലെ അവളെ ഭർത്താവ് കരണത്തടിക്കും. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത കുട്ടി ഉൾപ്പെടെ 2 കുട്ടികളാണ് സന്ധ്യയ്ക്കുള്ളത്. സന്ധ്യ നോർമൽ ആണോ എന്ന് അറിയാൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് സുഭാഷിന്റെ അമ്മയും അയൽക്കാരും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ദേഷ്യം വരുമ്പോൾ സന്ധ്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന സംശയം അവർക്കുണ്ടായിരുന്നു. പിന്നാലെയാണ് സർട്ടിഫിക്കറ്റ് ചോദിച്ചത്. എന്നാൽ ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ വിട്ടോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സന്ധ്യയ്ക്ക് ഇത്തിരി ബുദ്ധി കുറവുണ്ട് എന്ന് സന്ധ്യയുടെ അമ്മ പറയുന്നു. സന്ധ്യയ്ക്ക് നല്ല ബുദ്ധിയാണ് എന്ന് ഭർത്താവ് പറയുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ നിറയുന്നു. പഠിക്കുന്ന സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമെന്ന് അധ്യാപകർ പറയുമായിരുന്നു. കുട്ടിയെ കാണാനില്ല എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ തന്നെ കള്ളത്തരമാണെന്ന് മനസ്സിലായിരുന്നു. കുട്ടിയെ എന്തോ അവൾ ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. അത്തരം എടുത്തുചാട്ടങ്ങളുണ്ട്, എന്നാലും കൊല ചെയ്യുമെന്ന് കരുതിയില്ല. കല്യാണിയെ കണ്ട് കൊതി മാറിയിട്ടില്ല എന്നൊക്കെയാണ് സന്ധ്യയുടെ അമ്മ പറയുന്നത്. സന്ധ്യയുടെയും സുഭാഷിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷമായിരിക്കുന്നു. ചോദിച്ചറിയട്ടെ എന്ന് പറഞ്ഞാണ് സന്ധ്യയെ പോലീസ് കൊണ്ടുപോയത്. വീട്ടുകാരും കൂടെ പോയില്ല എന്നും അല്ലി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ വാക്കുകൾ ഇങ്ങനെയാണ്: എന്തിനു കൊന്നു? ഞാൻ കൊന്നു എന്നുള്ള ഒറ്റ ഉത്തരമാണ് സന്ധ്യ നൽകിയിരിക്കുന്നത്. എന്തിനു നീ ഇത് കൊന്നു? സ്വന്തം കുഞ്ഞിനെ എന്തിനു കൊന്നു? ഞാൻ കൊന്നു, അല്ലാതെ എന്തിനു കൊന്നു എന്നുള്ള ഉത്തരം ഇതുവരെ സന്ധ്യ നൽകിയിട്ടില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുറന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ദുരന്തകരമായ വാർത്ത വിട്ട മറ്റൊരു വാർത്തയിൽ